ഇന്ന് കാട്ടാനകളെ കാണാനുള്ള യാത്രയാണ്. കേരളത്തിൻ്റെ ഉയർന്ന മലനിരകളിൽ പശ്ചിമഘട്ടത്തിൻ്റെ വനങ്ങളിലൂടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറുഗ്രാമമുണ്ട്. മനുഷ്യൻ്റെ തിരക്കുകൾക്കതീതമായി പ്രകൃതിയുടെ യഥാർത്ഥ സ്പന്ദനം ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം, അതാണ് ആനക്കുളം. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze. ആനക്കുളത്ത് ആനകളെ കാണാമെന്നതിന് പുറമെ ആനക്കുളത്തേക്ക് എത്തുന്ന എല്ലാ വഴികളും വളരെ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. മഴക്കാലത്ത് ഈ വഴിയും ആനക്കുളവും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട്. ഈ വേനൽക്കാലത്തും റോഡരികിൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അരുവികളും കാണാൻ കഴിയുന്നു. Where stress dissolves like footprints in the sand. ആനക്കുളത്തിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ വഴിയെ പറയാം. ആനക്കുളം പശ്ചിമഘട്ട മലനിരകളുടെ സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കനത്ത എവർഗ്രീൻ കാടുകൾ, ഇടയ്ക്കിടെ ഒഴുകുന്ന ചെറുനദികൾ, പച്ചപ്പിൽ മൂടിയ മലനിരകൾ, ഇവയെല്ലാം ചേർന്നതാണ് ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene. ഏകദേശം ഉച്ച സമയമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആനകളെ കാണാൻ സാധിക്കുമോ എന്ന സംശയത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. Creating a soothing rhythm that mirrors the ocean's ebb and flow. ആ ദൂരെ കാണുന്നതാണ് ആനക്കുളം. The sound of distant gulls and the rolling tide at ആനകളൊന്നും വന്നിട്ടില്ലാത്തതിനാൽ തന്നെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. coastal escape. ഒരെണ്ണത്തെ പോലും കാണാനാകാത്ത നിരാശയിൽ തിരികെ പോയി രാത്രി വല്ലപ്പോഴും തിരിച്ചു വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആനക്കൂട്ടം പതിയെ കാടിറങ്ങി വരുന്നത് കണ്ടത്. Music guide you into an untouched paradise where stress dissolves like footprints in the sand. ഗ്രാമത്തിലൂടെ ഒഴുകുന്നൊരു സ്വാഭാവിക ജലസ്രോതസ്സാണ് ഇവിടെ പ്രധാന ആകർഷണം. ഈ വെള്ളത്തിനാണ്
ആനക്കുളത്തിൻ്റെ കഥയിൽ കേന്ദ്രസ്ഥാനം. ഇവിടെ ഒഴുകുന്ന വെള്ളത്തിൽ പ്രത്യേക മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആനകൾക്ക് ഈ വെള്ളം ആകർഷകമാണ് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വനത്തിനുള്ളിലെ മറ്റു ജലസ്രോതസ്സുകൾ കുറയുമ്പോൾ ആനകൾ കൂട്ടമായി ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. ആനക്കുളം പ്രദേശം പുരാതന കാലം മുതൽ ആദിവാസി സമൂഹങ്ങളുടെ വാസസ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് മുതുവൻ ഗോത്ര വിഭാഗം ഈ മലനിരകളിൽ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇവരുടെ ജീവിതം മുഴുവനായും വനത്തോടും പ്രകൃതിയോടും ചേർന്നായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ചായത്തോട്ടങ്ങൾ ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ മലനിരകളുടെ ഭൗമശാസ്ത്രപരമായ പ്രാധാന്യം വർദ്ധിച്ചു. എന്നാൽ ആനക്കുളം പ്രദേശം കനത്ത വനമേഖലയായതിനാൽ വ്യാപകമായ വികസനം ഇവിടെ നടന്നില്ല. വീണ്ടും ആനകൾ കാടിറങ്ങി നടന്നു വരുന്നത് കാണാം. ഒറ്റ നോട്ടത്തിൽ 3 ആനകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഏറ്റവും ചെറിയ ആന കൂടെ അവരുടെ കൂട്ടത്തിനിടയിൽ ഒളിഞ്ഞു നടപ്പുണ്ട്. ഈ പ്രദേശം സംരക്ഷിത വനമേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പെരിയാർ വനമേഖലയോട് ചേർന്നിരിക്കുന്നതിനാൽ വനസംരക്ഷണ നിയമങ്ങൾ ഇവിടെ ശക്തമാണ്. അതുകൊണ്ടുതന്നെ ആനക്കുളം ഇന്നും അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തുന്നു. Blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape.